വയനാട് ലോക്സഭാ മണ്ഡലത്തെക്കുറിച്ചാണ് ഞാനും അന്നയും സംസാരിക്കാനിരിക്കുന്നത്. വയനാട് രാഹുലല്ല മറ്റൊരാളാണ് സ്ഥാനാർത്ഥിയെങ്കിലും UDF തന്നെയേ ജയിക്കൂ എന്നുള്ളതാണ് വയനാട് ലോക്സഭാ മണ്ഡലത്തിൻ്റെ പാരമ്പര്യവും ചരിത്രവും. പിന്നെന്തിന് ആനിരാജയെ പോലെ ഒരാൾ അവിടെ രാഹുലിനെ എതിരിടാൻ സ്ഥാനാർത്ഥിയായി വരുന്നു എന്നുള്ളത് രണ്ടാമത്തെ പ്രശ്നം. അവിടെ ആനിരാജ ഉയർത്തുന്ന രണ്ട് ചോദ്യങ്ങളുണ്ട്. ഒന്ന്, രാഹുൽ ഗാന്ധി MP വെറും ഒരു സാധാരണക്കാരനായ MP അല്ല, ഇന്ത്യ മുന്നണിയെ മുന്നോട്ട് നയിക്കുന്ന അമരക്കാരനാണ്, മുഖ്യ ചാലക ശക്തിയാണ് രാഹുൽ. അങ്ങനെയുള്ള രാഹുൽ MP വയനാടിന് വേണ്ടി കഴിഞ്ഞ 5 വർഷം എന്ത് ചെയ്തു എന്ന ചോദ്യത്തിന് ഉത്തരം പറയേണ്ടതുണ്ട് രാഹുൽ. രണ്ടാമത്തെ കാതലായ ചോദ്യം, രാഹുൽ എന്തിന് വയനാട്ടിൽ മത്സരിക്കുന്നു എന്നുള്ളതാണ്. രാഹുൽ മത്സരിക്കേണ്ടത് BJPക്ക് ശക്തിയുള്ള ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ അവരെ നേർക്കുനേർ എതിരിട്ടുകൊണ്ട് ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കാനുള്ള ഒരു ചങ്കൂറ്റമാണ്, തൻ്റെ ഇടമാണ് രാഹുൽ കാണിക്കേണ്ടത്. ആ രാഷ്ട്രീയ ധൈര്യമില്ലായ്മയെ, ഭീതിയെ ആണ് ആനിരാജ ഇവിടെ ചോദ്യം ചെയ്തത്. ഈ രണ്ട് ചോദ്യങ്ങൾക്കും രാഹുൽ മറുപടി പറയേണ്ടതുണ്ട്. ഇത് പറഞ്ഞില്ലെങ്കിൽ രാഹുൽ വിയർക്കും. അവിടെ രാഹുൽ ആനിരാജയെ തോൽപ്പിച്ചാലും ആനിരാജ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ജയിച്ചു തന്നെ നിൽക്കും എന്നാണ് എൻ്റെ ടേക്ക്. അന്ന, തുടക്കത്തിൽ അത് ശരിയാണോ? രാഹുൽ വിയർക്കുമോ ഈ തിരഞ്ഞെടുപ്പിൽ? സുബീഷ്, ആര് ജയിക്കുമോ, രാഹുൽ ഗാന്ധി ജയിക്കുമോ എന്ന ചോദ്യങ്ങൾക്കൊന്നും യാതൊരു പ്രസക്തിയുമില്ല ആ മണ്ഡലത്തിൽ. ടിപ്പിക്കൽ UDF മണ്ഡലമാണ്. പിന്നെ കാൻഡിഡേറ്റ് രാഹുൽ ഗാന്ധിയാണ്. 2019 ഇളക്കം എന്തായിരുന്നു, തൊട്ടടുത്ത മണ്ഡലങ്ങളിൽ പോലും ഉണ്ടാക്കിയ ഇളക്കം എന്തായിരുന്നു എന്ന് നമുക്കറിയാവുന്നതാണ്. പക്ഷേ ഭൂരിപക്ഷം കുറയും. അതിൽ എത്ര കുറയും എന്നത് മാത്രമാണ് ഇനി അറിയാനുള്ളത്. പ്രത്യേകിച്ച് ആനിരാജ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾ. ഇന്ത്യ മുന്നണിയുടെ ദേശീയ മുഖമാണ് ആനിരാജ. രാഹുൽ ഗാന്ധിക്കെതിരെ ഒരു മികച്ച കാൻഡിഡേറ്റ് തന്നെയാണ്. ജയിക്കുമെന്നതല്ല അവിടുത്തെ വിഷയം. രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന രാഷ്ട്രീയം എന്താണ് എന്നുള്ള ചോദ്യം ഉയർത്താൻ ആനിരാജയ്ക്ക് തീർച്ചയായും സാധിക്കും. അപ്പോൾ കഴിഞ്ഞ തവണ 4 ലക്ഷത്തിൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് രാഹുൽ ഗാന്ധി ജയിക്കുന്നത്. 7 ലക്ഷത്തിൽ പരം വോട്ടുകൾ കിട്ടുകയും ചെയ്തു. അന്ന് കിട്ടിയ വോട്ടിൽ ഒരു വോട്ട് പോലും കുറഞ്ഞാൽ അതിന് രാഹുൽ ഗാന്ധി മറുപടി പറയേണ്ടി വരും, ദേശീയ തലത്തിൽ അടക്കം. കാരണം അവിടെ മത്സരിച്ച് ജയിക്കാൻ കഴിവില്ലാത്തത് കൊണ്ടോ അതിന് ധൈര്യമില്ലാത്തത് കൊണ്ടോ UDFന്റെ ടിപ്പിക്കൽ മണ്ഡലത്തിൽ വന്ന് എല്ലാ ജയസാധ്യതകളുമുള്ള ഒരു മണ്ഡലത്തിൽ വന്ന് മത്സരിക്കുന്നു എന്ന ആരോപണമാണ് രാഹുൽ ഗാന്ധിക്കെതിരെ ഉള്ളത്. ഒപ്പം ഇത്രയും കാലത്തിനിടയ്ക്ക്, ഈ 5 വർഷത്തിനിടയ്ക്ക് രാഹുൽ മണ്ഡലത്തിൽ ഇല്ലാത്ത MP എന്ന പേര്, അല്ലെങ്കിൽ ആ വിമർശനമാണ്, അതെ, അങ്ങനെ ഒരു വിമർശനമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത്. സ്വാഭാവികമായിട്ട് ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പറയേണ്ടി വരും. ഇപ്പം UDFന്റെ ടിപ്പിക്കൽ മണ്ഡലം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ലോക്സഭാ മണ്ഡലങ്ങളിൽ ഏറ്റവും പ്രായം കുറഞ്ഞ മണ്ഡലമാണ്. അതിലൊന്നാണ് വയനാട്. കഴിഞ്ഞ 3 തവണ മാത്രമാണ് തെരഞ്ഞെടുപ്പ് നടത്തിയിട്ടുള്ളത്. 2009, 2014, 2019, ഇത് 2024. 2009 എടുത്താൽ MI ഷാനവാസ് വലിയ ഭൂരിപക്ഷത്തിൽ, 1.5 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിക്കുന്നത്. 2014 വന്നു കഴിഞ്ഞാൽ പക്ഷേ ഇത്രയും വലിയ UDF സ്വാധീനമുള്ള മണ്ഡലത്തിൽ പോലും 20,000-ലധികം ഭൂരിപക്ഷത്തിന് മാത്രമേ രണ്ടാമത്തെ തവണ MI ഷാനവാസിന് ജയിക്കാൻ പറ്റിയിട്ടുള്ളൂ എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള ഒരു പരാജയമാണ് എന്ന് പറയാം. കാരണം അന്ന് സത്യൻ മൊകേരി CPIയുടെ ശക്തനായ സ്ഥാനാർത്ഥിയാണ് എതിർത്ത് മത്സരിച്ചത്. ആ വിജയം മാത്രമേ ഷാനവാസിന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൂ എന്ന് പറഞ്ഞ ഒരു തരം. വയനാട് ലോക്സഭാ മണ്ഡലം കണ്ട ആ ഒരു ടൈറ്റ് ഫൈറ്റ് എന്ന് പറയുന്നത് ആ വർഷം മാത്രമാണ്, 2014. അതെ, 2019 ഒന്നും നോക്കാനില്ല. PP സുനീറാണ് എല്ലാ വിധത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്താനുള്ള ശ്രമങ്ങളൊക്കെ നടത്തി. പക്ഷേ അത് വോട്ട് ബോക്സിൽ അതൊന്നും ഒരു ഘടകമായില്ല. അതൊന്നും യാതൊരു സാധ്യതകളും ഉയർത്തുന്നുമല്ല. നമ്മളത് പ്രതീക്ഷിച്ചതുമാണ് എന്ന് മാത്രമല്ല, അത്ര വലിയ ഭൂരിപക്ഷത്തിലാണ് രാഹുൽ ഗാന്ധി ജയിക്കുന്നത്. പക്ഷേ ഇത്തവണത്തെ ഒരു സ്ഥിതി, മികച്ച സ്ഥാനാർത്ഥി ഓപ്പോസിറ്റ് ഉണ്ട്. അതിൽ ജയിക്കുമോ എന്ന ഘടകങ്ങളിൽ ഈ പറഞ്ഞ ദേശീയ തലത്തിലുള്ള ഒരു ശ്രദ്ധ, പാൻ ഇന്ത്യ എന്ന തലത്തിലാണ് രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും വയനാട് മണ്ഡലം ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന മണ്ഡലമാണ്. വലിയ മാറ്റങ്ങളോ അടിയൊഴുക്കുകൾക്കോ ഉള്ള സാധ്യതകളൊന്നുമില്ല. എങ്കിൽ കൂടെ രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷത്തെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകളാണ് സജീവമാകുന്നത്. ഭൂരിപക്ഷം ഇടിയും അല്ലെ, കുറയും എന്ന് പറഞ്ഞാൽ പോരാ, ഇടിയും അല്ലെ. എനിക്ക് തോന്നുന്നു അല്ല, ഇപ്പോൾ 2019 രാഹുലോ അല്ലെങ്കിൽ 2019 വയനാടോ അല്ല. ഇപ്പോൾ 2019 കേരളത്തിൽ എന്താ കഥ? രാഹുൽ ഇതാ ഒരുപക്ഷെ പ്രധാനമന്ത്രി ആയേക്കും എന്നുള്ള ഒരു വ്യാപകമായ ധാരണ സൃഷ്ടിക്കപ്പെട്ടിരുന്നു. അതിൻ്റെ ഓളം വയനാട്ടിൽ രാഹുൽ മത്സരിക്കാൻ വരുമ്പോഴുണ്ട്. ആ തരംഗം കേരളമാകെ അങ്ങ് പടർന്നു പിടിക്കുകയാണ് അല്ലേ? ഇപ്പോൾ അതല്ല അവസ്ഥ.
രാഹുൽ പ്രധാനമന്ത്രിയാക്കാനുള്ള ഒരു വിദൂര സാധ്യത പോലുമില്ല. പിന്നെ നമ്മൾ ഈ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ 3 ജില്ലകളിലെ UDF അനുകൂല സ്വഭാവമുള്ള നിയമസഭാ മണ്ഡലങ്ങൾ മാത്രം ഇളക്കിയെടുത്ത് രൂപീകരിച്ചുണ്ടാക്കിയ ഒരു പ്രത്യേക തരം ലോക്സഭാ മണ്ഡലം എന്നൊക്കെ പറയുമ്പോഴും UDFനെ വിറപ്പിച്ച് വിട്ടിട്ടുണ്ട് വയനാട്, അല്ലേ? വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഇപ്പോൾ അന്ന പറഞ്ഞ് ശരിയാണ്, ഏറ്റവും പ്രായം കുറഞ്ഞ മണ്ഡലങ്ങളിൽ ഒന്നാണ് വയനാട്. ആകെ 3 ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ മാത്രമേ വയനാട്ടിൽ സംഭവിച്ചിട്ടുള്ളൂ. 2009, 2014, 2019. ഇതിൽ നമ്മൾ വിട്ടുകളയാൻ ഒരിക്കലും പാടില്ലാത്ത 2 വർഷങ്ങൾ, 3 പേരുകൾ. 2 വർഷങ്ങൾ, ഒന്ന് 2009 തന്നെയാണ്. 2009 MI ഷാനവാസിന് 1.5 ലക്ഷത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷം വയനാട് നൽകുന്നു. പക്ഷെ അവിടെ വിട്ടുകളയാൻ പാടില്ലാത്ത 3 പേരുകൾ. ഒന്ന് ഞാൻ പറഞ്ഞത്, അതിൽ ആദ്യത്തെ പേര് K മുരളീധരൻ്റെതാണ്. K മുരളീധരൻ അവിടെ DICയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു. കോൺഗ്രസ് സ്ഥാനാർത്ഥിയല്ല, DICയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു. 99,000-ലധികം വോട്ട്, 1 ലക്ഷത്തോളം വോട്ട് K മുരളീധരൻ നേടുന്നു. എന്നിട്ടും അപ്പുറത്ത് MI ഷാനവാസ് 1.5 ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു എന്നുള്ളത്. അപ്പോൾ K മുരളീധരനെ നമുക്ക് വിട്ടുകളയാൻ പറ്റില്ല. 2009 എന്ന വർഷത്തെ നമുക്ക് വിട്ടുകളയാൻ പറ്റില്ല. 2014 വരുമ്പോൾ എൻ്റെ രണ്ടാമത്തെ പേരുകാരൻ സത്യൻ മൊകേരിയ. നേരത്തെ അന്ന പറഞ്ഞ അതേ സത്യൻ മൊകേരി ടൈറ്റ് ഫൈറ്റ് ആണ്. 20,000 വെട്ടിക്കുറയ്ക്കുകയാണ് ഭൂരിപക്ഷം. ഈ 1.5 ലക്ഷത്തിൽ നിന്നാണ് 20,000-ലേക്ക് ഭൂരിപക്ഷം കുറച്ചു കൊണ്ടുവരാൻ സത്യൻ മൊകേരിക്ക് സാധിക്കുന്നത്. അപ്പോൾ വിറപ്പിച്ച് വിട്ടിട്ടുണ്ട്. കരുത്തനായ എതിരാളി വരുമ്പോൾ വയനാട് ലോക്സഭാ മണ്ഡലം UDFനെ, അക്കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അന്ന് ഈ മൂന്നാമത്തെ പേരുകാരൻ PV അൻവർ അവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന് മാത്രം 37,000 വോട്ട് പിടിച്ചു, വോട്ടുകൾ പിടിക്കുകയും ചെയ്തു വന്നു PV അൻവർ. അപ്പോൾ ഈ UDFന്റെ ഒരു ആധിപത്യ സ്വഭാവം വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഉണ്ടെങ്കിലും ഒരു കരുത്തനായ എതിരാളി വന്നാൽ UDF വിറച്ചു പോകുന്ന മണ്ഡലം കൂടിയാണ് വയനാട് ലോക്സഭാ മണ്ഡലം. കാര്യം ശരിയാണ്, 2019 പിന്നീട് രാഹുൽ വരുന്നു. രാഹുൽ ഈ 4,30,000 ഭൂരിപക്ഷം ഉയർത്തുന്നു. പക്ഷേ അന്ന പറഞ്ഞതിലേക്ക് ഞാൻ വരുന്നു. ഒരു 10,000 10,000 വോട്ട് ഭൂരിപക്ഷത്തിൽ കുറവ് വന്നാൽ അതൊരു തോൽവിക്ക് തുല്യമാണ്. അതെ, രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ഇതിനേക്കാൾ സേഫ് ആയിട്ടുള്ള ഒരു മണ്ഡലം ഇന്ത്യയിൽ കിട്ടാനില്ല. ഇപ്പം മോദിയേക്കാൾ പോപ്പുലാരിറ്റി ഉള്ള സംസ്ഥാനങ്ങൾ എന്ന് ചോദിച്ചു, മോദിയേക്കാൾ പോപ്പുലാരിറ്റി ഉള്ള, രാഹുൽ ഗാന്ധിക്ക് പോപ്പുലാരിറ്റി ഉള്ള സംസ്ഥാനങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പഞ്ചാബ്, തമിഴ്നാട്, കേരളമാണ്. അതിൽ ഏറ്റവും പോപ്പുലാരിറ്റി ഉള്ള കേരളത്തിലെ ഒരു മണ്ഡലത്തിൽ വന്നാണ് മത്സരിക്കുന്നത് എന്ന് മാത്രമല്ല, കേരളത്തിൽ UDFന് ഭൂരിപക്ഷമുള്ള 2 or 3 മണ്ഡലങ്ങൾ മാത്രമാണുള്ളത്. കോട്ടയം, പിന്നെ മലപ്പുറം, അതിൽ ഒന്നാണ് ഈ പറയുന്ന വയനാട്. കാരണം 7 മണ്ഡലങ്ങളിൽ 4 കോൺഗ്രസ് ആണുള്ളത്, 3 മാത്രമാണ് LDF ഉള്ളത്. മാനന്തവാടി, നിലമ്പൂര്, പിന്നെ തിരുവമ്പാടി 3 മണ്ഡലം, ലിൻഡോയുടെ മണ്ഡലം. അപ്പോൾ ഈ 3 മണ്ഡലങ്ങൾ മാത്രം. അപ്പോൾ ഇത്രയും സേഫായ ഒരു സ്ഥലം രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഇല്ല. പക്ഷേ രാഹുൽ ഗാന്ധി ലോക്സഭയിൽ ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത് ഒരു ആവശ്യമാണ്. പ്രത്യേകിച്ചും മോദിയുടെ രാഷ്ട്രീയം സംസാരിക്കുന്ന ഇടത്ത് സ്വാഭാവികമായിട്ടും അതിനുള്ള പ്രതീക്ഷകൾ ഇവിടെ വെക്കുന്നുണ്ട്. പ്രത്യേകിച്ചും CAAയുടെ വിജ്ഞാപനം കഴിഞ്ഞ ദിവസം പുറത്തു വന്നു. BJP വിരുദ്ധ വോട്ടുകൾ രാഹുലിന്റെ പെട്ടിയിൽ വീഴാനുള്ള സാധ്യതകൾ, എല്ലാ സാധ്യതകളും അവിടെ തന്നെയാണ്. കാരണം പല വിഷയങ്ങളുണ്ട്. ഇപ്പം ഗ്യാൻ വാപ്പി വിഷയം, അയോധ്യ വിഷയം, ഈ സംഭവങ്ങളൊക്കെ ഉള്ളപ്പോൾ 45% മുസ്ലിം വോട്ടുകൾ ഉള്ള മണ്ഡലമാണ് വയനാട് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നിന്നുള്ള വോട്ടുകളെല്ലാം രാഹുൽ ഗാന്ധിയിൽ കേന്ദ്രീകരിക്കും. നിശ്ചയമായും CAA വിരുദ്ധ പോരാട്ടത്തിന്റെ ഒരു ഗതി ഏത് രീതിയിലാണ് അത് മുന്നോട്ട് പോവുക എന്നുള്ളത് വയനാട് ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ചിട്ട് UDFന് ഗുണകരമായി വീഴുന്ന വോട്ടുകൾ തന്നെയാണ്. പക്ഷേ ഇടതുമുന്നണി സർക്കാർ നിയമ പോരാട്ടം ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ അത് ഏത് രീതിയിൽ ആനി രാജയ്ക്ക് ഗുണകരമാകും എന്നുള്ളത് നമുക്ക്, പക്ഷേ വയനാട് ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ചിട്ട് അതിന് പ്രാധാന്യം കുറവാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഉയർന്നു വരുന്ന ഏറ്റവും ഗൗരവമായ ഒരു പ്രാദേശിക വിഷയം, പ്രത്യേകിച്ച് മലയോര മേഖലയിൽ, അത് വന്യജീവി ശല്യം തന്നെയാണ്. ഈ കാട് വിട്ട് നാട്ടിലേക്ക് ഇറങ്ങി വരുന്ന കാട്ടാന, കാട്ടുപോത്ത്, കാട്ടുപന്നി, ഇതൊക്കെ ഏറ്റവും കൂടുതൽ. ഇപ്പോൾ അന്നയ്ക്ക് തന്നെ അറിയാമല്ലോ, ഒരുപാട് യാത്രകൾ നടത്തുന്ന ആളാണല്ലോ അന്ന. നമ്മളെയൊക്കെ സംബന്ധിച്ച് വയനാട്ടിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ മുത്തങ്ങ വഴി നമ്മളിങ്ങനെ മൈസൂരിലേക്കൊക്കെ പോകുമ്പോൾ കാണുന്ന ഒരു വന്യജീവി കൗതുകം മാത്രമാണ് നമ്മെ സംബന്ധിച്ച് കാട്ടാന, അല്ലെങ്കിൽ കാട്ടുപോത്ത്, അല്ലെങ്കിൽ കാട്ടുപന്നി, ഇതൊക്കെ. പക്ഷെ അവരെ സംബന്ധിച്ച്, വയനാട്ടുകാരെ സംബന്ധിച്ച് അതൊരു നിത്യജീവിത യാതനയാണ്, നിത്യ ദുരിതമാണ്, നിത്യവും അവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന റിയാലിറ്റിയാണ്. അതെ, വീടിന്റെ തൊട്ട് മുമ്പിൽ ഒരു ആന വന്നു നിൽക്കുന്നു എന്നുള്ളത് എത്ര ഭയാനകമായി. നമ്മൾ ഈ വിഷ്വൽസാ കാണുന്നത്, നമ്മൾ ഈ വിഷ്വൽസ് കാണുന്നു, അതിനെക്കുറിച്ച് സംസാരിക്കുന്നു, പക്ഷെ അവർ നേരിട്ട് കാണുകയാണ്. ഏറ്റവും ഒടുവിൽ മാനന്തവാടിയിലെ അജീഷിന്റെ മരണത്തിൽ ആ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ മാത്രമാണ് നമ്മൾ ഈ മറ്റ് ജില്ലകളിലുള്ളവർക്ക് എത്ര ഭീകരമായ സ്ഥിതിയാണ് അവിടെ ഉള്ളതെന്ന്. അത്രയും വലിയ ചർച്ചകൾ ഉയർന്നു പോലും ചിലപ്പോൾ ആ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നുകൊണ്ടായിരിക്കും. അപ്പോൾ ഒരു നിസ്സാരമായ ഒരു വിഷയമല്ല അത്. സ്വാഭാവികമായിട്ടും അതിന് മറുപടി CPM കൃത്യമായി പറയേണ്ടി വരും ഇത്തവണ. കാരണം ഇടുക്കിയിലും
വയനാട്ടിലുമാണ് ഏറ്റവും കൂടുതൽ വന്യജീവി ശല്യം ഉള്ള. മറ്റ് എല്ലാ ജില്ലകളിലുമുണ്ട്, ആലപ്പുഴ ഒഴികെ എല്ലാ ജില്ലകളിലുമുണ്ട്. പക്ഷേ ഇവിടെ ഈ 2 ജില്ലകളിലും അത്രയും കഠിനമായ അവസ്ഥയാണ് അവിടുത്തെ ജനങ്ങൾ. അതെ, അവിടെ രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പോൾ കാട്ടാന മുന്നിൽ വന്ന് പെട്ടു, കാട്ടാനയുടെ മുന്നിൽ പെട്ടു, അല്ലെങ്കിൽ കാട്ടുപോത്തിന്റെ മുന്നിൽ പെട്ടു, മരണമുറപ്പാണ്. ഇനി തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു, കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റു, ജീവൻ നഷ്ടപ്പെടരുത്, ജീവൻ നിലനിർത്തണം എന്നുണ്ടെങ്കിൽ അത്യാധുനിക സൗകര്യങ്ങളുള്ള ഒരു ആശുപത്രിയിലേക്ക് അടിയന്തരമായി എത്തിക്കേണ്ടതുണ്ട് രോഗിയെ. അങ്ങനെയുള്ള ഏത് ആശുപത്രിയാണ് സർക്കാർ സംവിധാനത്തിന്റെ കീഴിൽ വയനാട്ടിൽ പ്രവർത്തിക്കുന്നത്, വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്നത്? അങ്ങനെ ഒരു ആശുപത്രിയില്ല. ചുരമിറങ്ങി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് വരണം. അതിനും പരിഹാരമായിട്ടില്ല. ഈ തവണ ഈ അജീഷിന്റെ മരണവും അതിനുശേഷമുണ്ടായ സംഭവ വികാസങ്ങളൊക്കെ ഫലത്തിൽ ഈ കൽപ്പറ്റ മാനന്തവാടി പ്രദേശങ്ങളിൽ ഉണ്ടായ സമരങ്ങളിൽ, പ്രതിഷേധങ്ങളിൽ ജനങ്ങൾ കൈവിട്ട നിലയിലായിരുന്നു. അവരുടെ വികാരം ആ തരത്തിലാണ്. അന്ന് ജാതിയോ മതമോ അല്ലെങ്കിൽ പാർട്ടിയോ അവിടെ ആ പ്രതിഷേധത്തിന് യാതൊരു തടസ്സമായിട്ടില്ല. അങ്ങനെ ഒരു വിഭാഗങ്ങളും അവിടെ ഇല്ലായിരുന്നു. കാരണം എല്ലാ മനുഷ്യരും ഒന്നിച്ചാണ് അവിടെ വന്ന MLA-മാർക്കെതിരെയും രാഷ്ട്രീയ നേതാക്കൾക്കെതിരെയുമുള്ള അവരുടെ പ്രതിഷേധം കണ്ടു കഴിഞ്ഞാൽ അവരുടെ വികാരം അറിയാം. അവിടെ പാർട്ടി എന്നതല്ലായിരുന്നു അവിടെ ഒരു പ്രധാനപ്പെട്ട ഘടകം. ജനങ്ങളുടെ വികാരം സ്വാഭാവികമായിട്ടും ജീവനോപാധിക്കും തടസ്സമായി നിൽക്കുന്ന ഘടകങ്ങളെ മാറ്റി നിർത്തുക എന്ന വളരെ ന്യായമായ ആവശ്യമായിരുന്നു. അവിടെ അന്ന് നടന്ന സമരങ്ങൾ, പ്രക്ഷോഭങ്ങൾ ഒക്കെ നോക്കിയാൽ അന്ന പറയുന്നത് തീർച്ചയായിട്ടും ശരിയാണ്. അവിടെ ഈ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭത്തിൽ പോലും ഇപ്പോൾ സംസ്ഥാന സർക്കാരിനെതിരെയാണല്ലോ വികാരം അലയടിച്ചത്. അവിടെ CPM-കാരനും CPI-കാരനും എല്ലാവരും ഉണ്ടായിരുന്നു. ഇപ്പൊ കാട്ടാന ഏത് പാർട്ടിക്കാരന്റെ തോട്ടമാണ് എന്ന് നോക്കിയല്ലോ പോയി മേയാൻ പോകുന്നത്, ഏത് പാർട്ടിക്കാരന്റെ വീടാണ് എന്ന് നോക്കിയല്ലോ പോയി തകർക്കാൻ പോകുന്നത്. അവിടെ എല്ലാവരും ഉണ്ട്. അക്കാര്യത്തിൽ വയനാട്ടുകാർ ഒറ്റക്കെട്ടാണ്. പിന്നെ ഈ ചുരത്തിനൊരു ബദൽ പാത എത്രയോ കാലമായി വയനാട്ടുകാരുടെ ആവശ്യമാണ്. ഇപ്പോൾ പ്രായം കുറവുള്ള ലോക്സഭാ മണ്ഡലമാണ്. 3 തെരഞ്ഞെടുപ്പുകളെ നടന്നിട്ടുള്ളൂ. 3 തെരഞ്ഞെടുപ്പുകൾ എന്ന് പറയുമ്പോൾ 15 വർഷം കാലയളവാണ്. 2009 ഒരാൾ വരുന്നു, MA ഷാനവാസ്. 2014 അയാൾ വീണ്ടും വരുന്നു, അയാൾക്ക് കിട്ടുന്നത് 10 വർഷമാണ്. 2019 വരുന്നത് ആരാ? സാക്ഷാൽ രാഹുൽ ഗാന്ധിയാണ്. രാഹുലിനും കിട്ടി 5 വർഷം. ഈ 15 വർഷം കാലയളവിൽ ഇവർ ഈ ബദൽ പാതയ്ക്ക് വേണ്ടി എന്ത് ചെയ്തു? യഥാർത്ഥത്തിൽ അവരാണോ അത് ചെയ്യേണ്ടത്? അതിനുള്ള ശ്രമങ്ങൾ തുടങ്ങി വെക്കേണ്ടത് ആരാണ്? ഈ ചോദ്യങ്ങൾക്ക് പോലും കൃത്യമായ ഒരു ഉത്തരം നൽകാൻ വയനാടിന്റെ ജനപ്രതിനിധികൾക്ക് സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്താണ് ഈ തെരഞ്ഞെടുപ്പുകൾ കൊണ്ടുള്ള പ്രസക്തി? അതെ, കർണാടകയിലെ രാത്രി യാത്രാ നിരോധനം, മറ്റൊരു പ്രശ്നം. അതെ, അതിൽ കർണാടകയിലെ സർക്കാർ കോൺഗ്രസ് ആയിട്ട് പോലും ആ പ്രശ്നം പരിഹരിക്കാൻ പറ്റിയിട്ടില്ല എന്ന തരത്തിലുള്ള വാദങ്ങൾ ഉയർത്തും, വിമർശനങ്ങൾ ഉയർത്തും. സ്വാഭാവികമായിട്ടും അതിനുള്ള ഉത്തരവും നൽകേണ്ടി വരും എന്നതാണ്. ഇപ്പൊ BJP-യുടെ ഒരു പ്രസക്തി എനിക്ക് തോന്നുന്നില്ല വയനാട്ടിൽ അവർക്ക് കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കില്ല. സ്ഥാനാർത്ഥി പ്രഖ്യാപനം പോലും ആയിട്ടില്ല. കഴിഞ്ഞ തവണ തുഷാർ വെള്ളാപ്പള്ളിയാണ്, കെട്ടിവെച്ച കാശ് പോലും കിട്ടിയില്ല. BDJ's സീറ്റാണ് അല്ലെ? അവിടെ മറിച്ച് എന്തെങ്കിലും ഒരു ചലനം ഉണ്ടാക്കാൻ BJP-ക്ക് സാധിക്കും തോന്നുന്നു. ഒരു സാധ്യതകളും കാണുന്നില്ല. കാരണം കഴിഞ്ഞ 3 തവണ 2009, 2014, 2019 3 തവണയും 1 ലക്ഷത്തിന് മുകളിലേക്ക് വോട്ട് ഉയർത്താനുള്ള യാതൊരു സാധ്യതകളും ഇല്ലായിരുന്നു. അത് ഉണ്ടാവുകയും ചെയ്തിട്ടില്ല. പക്ഷേ ഇത്തവണ അതിൽ രസകരമായ BJP-യുമായി ചേർത്ത് പറയുന്ന രസകരമായ ഒരു സംഗതിയുണ്ട്. നുസ്രത് ജഹാൻ റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യയുടെ നേതാവാണ്. കഴിഞ്ഞ ദിവസം അവർ NDA മുന്നണിയിൽ ഉള്ളതാണ്. എവിടെ? ദേശീയ തലത്തിൽ NDA മുന്നണിയിലുണ്ട് ഈ പാർട്ടി. പക്ഷേ കേരളത്തിൽ അത് ഇല്ലതാണ്. കഴിഞ്ഞ ദിവസം നുസ്രത് ജഹാനെ ഈ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് അവരവിടെ പ്രഖ്യാപിച്ചിട്ടുണ്ട് വയനാട്ടിൽ. പക്ഷേ കേരള നേതൃത്വം പറയുന്നത് അതിൽ വലിയ കാര്യമൊന്നും ഇല്ല എന്നുള്ള നിലപാടാണ് അവരുടേത്. പക്ഷേ രസകരമായ സംഗതി അതാണ്, മോദിക്ക് വേണ്ടി വോട്ട് പിടിക്കുകയാണ് നുസ്രത് ജഹാൻ. അതായത് ദേശീയ തലത്തിൽ മുന്നണിയിലുണ്ട്, അതുകൊണ്ട് മോദിയുടെ വികസന നേട്ടങ്ങൾ മുൻനിർത്തിയാണ് നുസ്രത് ജഹാൻ വോട്ട് പിടിക്കുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ വയനാട്ടില് മോദിക്ക് വേണ്ടി വോട്ട് പിടിക്കാൻ 2 സ്ഥാനാർത്ഥികളുണ്ടാകും. ഇനി വരാൻ പോകുന്ന NDA-യുടെ സ്ഥാനാർത്ഥിയും നുസ്രത് ജഹാനും അല്ലേ? അതെ അതെ. അപ്പോൾ നുസ്രത് ജഹാന്റെയും BJP-യുടെയും കഥ ഇതാണ്. ഈ ആശയക്കുഴപ്പമൊക്കെ കോൺഗ്രസിലുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കോൺഗ്രസ്സിൽ 2019 രാഹുലിന്റെ വരവല്ല 2024 ഉണ്ടായത്. രാഹുൽ മത്സരിക്കണമോ വേണ്ടയോ, അതോ രാഹുലും KC-യും കേരളത്തിൽ മത്സരിക്കണമോ, ഏതെങ്കിലും ഒരാൾ മത്സരിച്ചാൽ മതിയോ, ഇങ്ങനെ എന്തൊരു ആശയക്കുഴപ്പമായിരുന്നു. നീണ്ടു പോയ ആ ഒരു പോക്കിനെ കുറച്ചുകൂടി വേഗത്തിലാക്കിയത് ആരാ? പത്മജ മാത്രമാണ്. വളരെ വേഗത്തിൽ പത്മജ BJP-യിലേക്ക് പോകുന്നു. വളരെ വേഗത്തിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുന്നു. രാഹുൽ അതാണ്. രാഹുൽ ഗാന്ധി എന്തായാലും വയനാട്ടിൽ ജയിക്കും. പക്ഷേ ഭൂരിപക്ഷം ഇടിയും. കുറയുന്ന ഓരോ വോട്ടിനും രാഹുൽ ഗാന്ധി മറുപടി പറയേണ്ടി വരും രാജ്യത്തോട്.